വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 6th സ്റ്റാൻഡേർഡിൻ്റെ പാർട്ട് 2 തുടങ്ങാൻ പോവുകയാണ്. ഒരു മാസം കൊണ്ട് ഞാൻ എങ്ങനെ ഈ ടെക്സ്റ്റ് തീർക്കുമെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് ഏകദേശം 70 പേജ് പഠിക്കാനുണ്ട്. അപ്പം അതിനകത്ത് കുറേ ആക്ടിവിറ്റീസാണ്. നമുക്ക് കഥകളായിട്ട് ഏകദേശം 6 ലെസൺസോളം പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഫോർ ഹാഫ് ദ സ്കൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു യൂണിറ്റാണ്. നമ്മൾ അതിൻ്റെ അകത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വൈ വൈ ഗേൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നോക്കിക്കോളാം. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ ക്യൂരിയസ് ആൻഡ് എ ബ്രൈറ്റ് ഗേൾ മൊയ്ന. അതായത് നല്ല ബുദ്ധിമതിയും അതുപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി എന്താണ്, ഭയങ്കര ആകാംക്ഷയുമുള്ള ഒരു കുട്ടിയുടെ കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഹു ലവ്സ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ. അവൾക്ക് വളരെയധികം പഠിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും, എക്സ്പ്ലോർ മീൻസ് എന്താണ്, കാണാനും അത് ഇങ്ങനെ വൈഡായിട്ട് ചിന്തിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു കുട്ടിയാണത്. ഷീ ഓൾവേസ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലുക്സ് ഫോർ ഹെർ ന്യൂ ഐഡിയാസ്. അവൾ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അവൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടി. ലെറ്റ് us read more about her. നമുക്ക് കൂടുതലായിട്ട് അവളെ പറ്റി പഠിക്കാമെന്നാണ് പറയുന്നത്. ഈ വൈ വൈ ഗേൾ എന്ന് പറയുന്ന പേര് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നിവിടെ ഇടയ്ക്കൊരു ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളാം, നോക്കാം. ബട്ട് വൈ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ബട്ട് വൈ, ഇങ്ങനെ എന്തുകൊണ്ട്, ഇതെങ്ങനെ, പക്ഷേ എന്തുകൊണ്ട്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത്. The question came from a small girl about 10 years old. She was chasing a large snake. Okay, അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? The question came from a small girl about 10 years old. She was chasing a large snake. അതായത് ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഏകദേശം ഒരു കുഞ്ഞു കുട്ടിയുടെ, ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ബട്ട് വൈ എന്നുള്ളത്. അവളൊരു വലിയ പാമ്പിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ റാൻ ആഫ്റ്റർ ഹെർ, ഗ്രാബ്ഡ് ഹെർ പ്ലേറ്റ് ആൻഡ് ഹെൽഡ് ഹെർ ബാക്ക് ഷൗട്ടിങ്. അതായത് ഞാൻ അവളുടെ പുറകെ ഓടി. ഞാൻ അവളുടെ പുറകെ ഓടി, എന്നിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിച്ചു. അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ തിരിച്ചിങ്ങനെ വലിച്ചെടുത്തു. തിരിച്ചിങ്ങനെ എന്താ നീ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു. നോ മൊയ്ന, ഡോണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്താ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞു. വൈ ഷുഡിന്റ് ഐ, ഷീ ആസ്ക്ഡ്. അപ്പം മൊയ്ന ചോദിക്കാണ്, അതെന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ? ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര, ഐ റിപ്ലൈഡ്. അപ്പം അവൾ തിരിച്ചിങ്ങനെ റിപ്ലൈ പറയാണ്, എന്താണ്, അതൊരിക്കലും ഒരു ഗ്രാസ് സ്നേക്ക് എന്താണ്, മറ്റേ പച്ചില പാമ്പോ അല്ലെങ്കിൽ ഒരു ചേരയോ അല്ല, അതൊരു കോബ്രയാണ് എന്നിങ്ങനെ പറയാണ്. വൈ ഷുഡിന്റ് ഐ ക്യാച്ച് എ കോബ്ര, എന്തുകൊണ്ട് എനിക്കൊരു കോബ്രയെ പിടിച്ചുകൂടാ എന്ന് ആര് ചോദിക്കുകയാണ്? ഓക്കെ, അടുത്തതായിട്ട് നോക്കാണ്. വൈ ഷുഡ് യു, നിനക്കും. അപ്പം എന്താണ്, മൊയ്ന അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ അവൾ റിപ്ലൈ കൊടുക്കാണ്, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കാണ്. ഐ വിൽ. അപ്പം മൊയ്ന പറയാണ്, ഞാൻ എന്തായിരുന്നാലും ചെയ്യും, ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. ഐ ഡ്രാഗ്ഡ് മൊയ്ന ബാക്ക് ടു ദ സമതി ഓഫീസ് വേർ ഐ വോക്കഡ് ഹെർ മദർ ഖിരി വാസ് ദെയർ. അതായത് ഞാൻ അങ്ങനെ മൊയ്നയെ തിരിച്ചു വിളിച്ച് സമിതി ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് അവളുടെ അമ്മ വർക്ക് ചെയ്യുന്നത്. അമ്മയുടെ പേരാണ് ഖിരി. ഓക്കെ, വേവിങ് എ ബാസ്കറ്റ്. അങ്ങനെ അവിടെ പോയപ്പം അവളുടെ അമ്മ ഒരു ബാസ്കറ്റ് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ സമിതി വാസ് എ പ്ലേസ് വെയർ പീപ്പിൾ കുഡ് കം ടു ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സിംപ്ലി ടു സിംഗ് ആൻഡ് ഡാൻസ് ടുഗദർ. അതായത് ആ സമിതി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അവിടെ ആളുകൾ ഇങ്ങനെ വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ചെറുതായിട്ട് പാടാനും ഒരുമിച്ച് ഡാൻസ് കളിക്കാനും ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. കം, ഐ സെഡ് ടു മൊയ്ന.
റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. അപ്പോൾ ഇങ്ങനെ പുറകിൽ നിന്ന് ചേസ് ചെയ്ത് വന്ന ആ സ്ത്രീ പറയാണ് നീങ്ങുക, ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്നും ചോദിക്കുകയാണ്. അപ്പോൾ മൊയ്ന പറയാണ് വൈ ആർന്റ് യു ടയേർഡ്? അപ്പം അവൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട്, മൊയ്ന അങ്ങനെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ത്രീ പറയാണ് ആർന്റ് യു ടയേർഡ്, നീ ക്ഷീണിതയാണോ എന്ന് ചോദിക്കുകയാണ്. മൊയ്ന ഷുക്ക് ഹെർ ഹെഡ് വിഗറസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ട് മൊയ്ന അവളെ തല ഇങ്ങനെ കുലുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഒന്നും ടയർഡ് ഒന്നും അല്ല. ഹൂ വിൽ ബ്രിങ് ദ ഗോഡ്സ് ഹോം, കളക്ട് ഫയർവുഡ്, ഫെച്ച് വാട്ടർ ആൻഡ് ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്. അതായത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആര് ആടുകളെ വീട്ടിലേക്ക് മേയ്ക്കാൻ കൊണ്ടുവരാൻ പോകും, അതുപോലെ തന്നെ ആര് ഫയർവുഡ്, അതായത് ആര് വിറക് പറക്കും, വിറക് കളക്ട് ചെയ്യും, അതുപോലെ തന്നെ ആര് വെള്ളം എടുക്കും, പിന്നെ ആര് ട്രാപ്സ്, അതായത് കിളികളെ പിടിക്കാനുള്ള കെണി വെക്കും എന്നൊക്കെ ചോദിക്കാണ്. Came the questions one after another. Moina tended the gods of the Babas, the village landlords, അതായത് വില്ലേജിലെ ലാൻഡ്ലോഡ്സിന്റെ കയ്യിൽ നിന്നും. ഓക്കെ, അപ്പം അങ്ങനെ പറയാണ്. അതായത് മൊയ്ന എന്ത് ചെയ്തു, ബാബൂസ് അതായത് അവിടുത്തെ ആ ലാൻഡ് ലോഡാണ്, അവളുടെ ആ ഭാഗമൊക്കെ ഇങ്ങനെ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളാണ് ലാൻഡ് ലോഡ്സ്. അപ്പം ആളുടെ വീട്ടിൽ നിന്ന് മേയാൻ കൊണ്ടുപോയ ഗോഡ്സിനെ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. മൊയ്ന ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഹി സെന്റ് us, said കിരി. അതായത് അപ്പം അവളുടെ അമ്മ ഇങ്ങനെ പറയാണ്, നീ ഒരിക്കലും നമുക്ക് ഒരു താങ്ക്സ് പറയാൻ മറക്കരുത്, ബാബുവിനോട് താങ്ക്സ് പറയാൻ മറക്കരുത്, അയാൾ നമുക്ക് അരി തന്നത് കൊണ്ട് താങ്ക്സ് പറയാൻ മറക്കരുത് എന്ന് പറയാണ്. അപ്പോൾ ഇന്ന് ഇതുവരെ പഠിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ എഴുത്തിലുള്ള ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ. ബൈ.